സ്തോത്രം. മോശ ആഗ്രഹിച്ചത് 40-ാം വയസ്സിലാണ്, പക്ഷെ ദൈവം അവനെ തെരഞ്ഞെടുത്ത് 80-ാമത്തെ വയസ്സിലാണ്. ആ 40 വർഷം ദൈവം അവനെ എക്യുപ്പൈ ചെയ്തു. ആ ഒറ്റപ്പെടലിൽ നിന്ന് ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു. 20 ലക്ഷത്തിലധികം വരുന്ന ജനത്തെ ലീഡറാക്കുവാൻ, ദൈവത്തിന്റെ ശബ്ദമായി നാവായി നിൽക്കുവാൻ ദൈവം മോശയുടെ അധരങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഒരിക്കലും ഒരു ദിവസം പോലും നിങ്ങൾ ഡ്രൈ ആയി പോകത്തില്ല. ആ പ്രദേശത്തിന്റെ പേരാണ് മരുഭൂമിയെങ്കിലും നിങ്ങൾ ഒരിക്കലും ആ മരുഭൂമിയിൽ ഡ്രൈ ആകത്തില്ല. കാരണം അവൻ മരുഭൂമിയിൽ മലർവാടികൾ ഒരുക്കുന്നവനാണ്. സ്തോത്രം. യെശയ്യാപ്രവചനം 41-ാം അധ്യായം അതിന്റെ 18-19, യെശയ്യാപ്രവചനം 43-ാം അധ്യായം 19-20. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിഞ്ഞിട്ടില്ലയോ? അതാ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് ഞാൻ ഇതാ നദികളും ഉത്ഭവിക്കും. ഇല്ലാത്തതിനെ ഉണ്ടാക്കുവാൻ ദൈവത്തിന് മരുഭൂമിയിൽ സാധിക്കും. അതാണ് ദൈവത്തിന്റെ വചനം. ആ മരുഭൂമിക്കകത്ത് സകലമായ അനുഗ്രഹങ്ങളും ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സോ ഒന്നാമതായി ഐസൊലേറ്റഡ് പ്ലേസ്, രണ്ടാമതായി ലോണിനെസ്. പിന്നെ ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇറ്റ്സ് എ ഡെസേർട്ട് പ്ലേസ്. അത് മരുഭൂമിയാണ്. അർത്ഥം ആ നോക്കിക്കഴിഞ്ഞാൽ ബൗണ്ടറികൾ കാണുവാൻ കഴിയാതെ. എപ്പോഴാണ് ബ്രദർ ഈ പ്രശ്നം മാറുന്നത്? ഇതിന് പരിധികളില്ലല്ലോ, ഇതിന് അതിരുകളില്ലല്ലോ, എങ്ങും മരുഭൂമിയാണല്ലോ എന്ന് ചോദിക്കുന്ന ചില ദിവസം ദൈവം ഒരു പക്ഷേ ഇതിന്റെ അവസാനം നമുക്ക് കാണാൻ പറ്റാതെ വണ്ണമുള്ള മരുഭൂമി. എത്രയോ പേർ വിളിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ഇതിന്റെ അവസാനം എപ്പോഴായിരിക്കും ബ്രദർ? എപ്പോഴായിരിക്കും എന്റെ ഈ വേദനകൾ കഴിയുന്നത്? അവസാനം കാണാൻ കഴിയാതെ വണ്ണമുള്ള ഒരു പ്രദേശമാണ് മരുഭൂമി. പക്ഷെ ആ മരുഭൂമിക്കകത്ത് ദൈവം കൊണ്ടുവന്നിട്ട് പണിതവനെ മാത്രമേ ദൈവം ഉപയോഗിച്ചിട്ടുള്ളൂ. അതാണ് ഈ വേദപുസ്തകത്തിലെ ചരിത്രം. സ്തോത്രം. ഇത് നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചാലും, ഏത് കുടുംബത്തിലായിരുന്നാലും, വിശ്വാസത്തിൽ നിങ്ങൾ വളർന്നോ, വിശ്വാസത്തിൽ നിങ്ങൾ കയറിയോ, ദൈവാത്മാവിനാൽ നിങ്ങൾ വളർത്തപ്പെടുന്നുവോ, ദൈവാത്മാവിന്റെ ശുശ്രൂഷകൾ നിങ്ങൾ ചെയ്യുന്നോ, ദൈവം അലോ ചെയ്യുന്ന മരുഭൂമി ഉണ്ട്. സ്തോത്രം. അതിൽ നിന്നും ഒരിക്കലും പിന്മാറുവാൻ കഴിയത്തില്ല. കാരണം മരുഭൂമിക്കകത്ത് ദൈവത്തിന്റെ ശബ്ദങ്ങൾ വെളിപ്പെടും. ഇന്നിന്റെ അകത്ത് സ്തോത്രം ആഴമായി മനസ്സിലാക്കണം. മരുഭൂമിയിൽ എന്താ ഉള്ളത്? ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാമോ? സ്തോത്രം. മരുഭൂമിക്കകത്തുള്ളായിരിക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് പറയാം. യിരെമ്യാ പ്രവാചക പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യം. യിരെമ്യാ പ്രവചന പുസ്തകം 2:6. മരുഭൂമിയിലുള്ള 5 കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മരുഭൂമിയിലെ 5 കാര്യങ്ങൾ വായിച്ച്. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു, പാഴ്നിലവും കുഴികളും ഉള്ള ദേശമായി. 1 പാഴ്നിലകൾ, 2 കുഴികൾ. അടുത്തത് വരൾച്ചയും കൂരിരുളും ഉള്ള ദേശമായി. മനുഷ്യ സഞ്ചാരമോ ആൾപ്പാർപ്പോ ഇല്ലാത്ത ദേശമായ മരുഭൂമിയിൽ കൂടി. ഇതാണ് മരുഭൂമി. 5 കാര്യങ്ങൾ. 1 അത് പാഴ്നിലമാണ്. 2 അത് കുഴികൾ കൊണ്ട് നിറഞ്ഞതാണ്. സ്തോത്രം. ചതിക്കുഴികൾ ഒളിഞ്ഞു കിടക്കുന്ന മരുഭൂമികളുണ്ട്. സ്തോത്രം. ചതിക്കുഴികൾ ഒളിഞ്ഞു കിടക്കുന്ന മരുഭൂമികളുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഞാനൊരു ദൂതായി വിളിച്ചു പറയട്ടെ. സ്തോത്രം. നീ ആയിരിക്കുന്ന പ്രദേശത്ത് നീ കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല. പക്ഷേ താഴ്വരകളിലെ കുഴികളിൽ വെള്ളം കൊണ്ട് നിറയത്തക്കവണ്ണം നിന്റെ കുഴികളെ നിറയ്ക്കുവാൻ ദൈവത്തിന് കഴിയും. അനേക കുഴികൾ, ചതിക്കുഴികൾ ഈ മരുഭൂമിക്കകത്തുണ്ട്. ദൈവം പണിയുവാൻ ആ കുഴികൾ അനുവദിക്കുകയാണ്. പാഴ്നിലങ്ങളുണ്ട്, കുഴികളുണ്ട്. സ്തോത്രം. വരൾച്ചകൾ, വരണ്ട നിലങ്ങളാണ് മരുഭൂമി. ഒരു സ്തോത്രം കുറ്റിച്ചെടി പോലും കയറി വരാത്തതായ വരൾച്ചയുള്ള ഒരു പ്രദേശം. ഇവിടെ ഒരു മെസ്സേജ് ഉണ്ടോ? ഇവിടെ ഒരു ദൂതുണ്ടോ? ഉണ്ട്. അതിനകത്തേക്ക് കയറുമ്പോൾ സ്തോത്രം കൂരിരുളാണ്, കൂരിരുളാണ്. കൂരിരുട്ടാണ് മരുഭൂമി. 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അതിശക്തനായ ഒരു ദൈവദാസനാണ് ജോൺ ബനിയൻ. സ്തോത്രം. സുവിശേഷം നിമിത്തം, സ്തോത്രം, സുവിശേഷം പ്രസംഗിച്ച ഒറ്റ കാരണത്താൽ ഇംഗ്ലണ്ടിലെ ജയിലിൽ 12 വർഷം ഈ മനുഷ്യനെ ജയിലിന്റെ അകത്ത് സ്തോത്രം പ്രിസണറായി സ്തോത്രം ഇടുകയുണ്ടായി. 12 വർഷം ഈ മനുഷ്യൻ അതിനകത്ത് കിടന്നു. സൂര്യപ്രകാശം ആ ജയിലിന്റെ അകത്ത് ഈ മനുഷ്യൻ കണ്ടിട്ടില്ല. ഒരു ചെറിയ നിലാവെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് 12 വർഷം സുവിശേഷ നിമിത്തം ജോൺ ബനിയൻ സ്തോത്രം 17-ാം നൂറ്റാണ്ടിൽ സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ അകത്ത് കിടന്നു, കൂരിരുട്ടിന്റെ അകത്ത്. നിങ്ങൾക്ക് എന്താ സംഭവിച്ചെന്ന് അറിയാമോ? 12 വർഷം കഴിഞ്ഞ് ഈ പുറത്തിറങ്ങി വന്നപ്പോൾ ഈ മനുഷ്യന്റെ കയ്യിൽ ചില പേപ്പറുകൾ ഇരിക്കുകയാണ്. ആ മനുഷ്യൻ എഴുതിയ പേപ്പറാണ് പിൻകാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ പുസ്തകം. ബൈബിൾ കഴിഞ്ഞാൽ വിറ്റഴിയപ്പെട്ട ഒരു വലിയ പുസ്തകം പുറത്തു വന്നത് ഈ കൂരിരുട്ടിന്റെ അകത്ത് നിന്നും എഴുതപ്പെട്ട പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേരാണ് പിൽഗ്രിം പ്രോഗ്രസ്.
വാണ്ടേഴ്സ്, മരദേശി മോക്ഷയാത്ര. പരദേശി മോക്ഷയാത്ര ബൈബിൾ കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെട്ട പുസ്തകം, സ്തോത്രം, പരദേശി മോക്ഷയാത്ര ജോൺ ബനിയന്റെയാണ്. എവിടെ നിന്നാണ് ഈ പുസ്തകം പുറത്തു വന്നത്? കൂരിരുളിന്റെ അകത്ത് നിന്ന് പോലും ദൈവത്തിന് നിങ്ങളോട് സംസാരിപ്പാനുണ്ട്. പൗലോസ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന മനുഷ്യനാണ്. ഈ മനുഷ്യനെ കാരാഗ്രഹത്തിനകത്തും പുറത്തു ഇടാൻ പറ്റത്തില്ല. പുറത്തിട്ട് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ സഭയുണ്ടാക്കും. അകത്തിട്ട് കഴിഞ്ഞാലോ ഉണ്ടായ സഭയ്ക്ക് വേണ്ടിയുള്ള ലേഖനങ്ങൾ ഈ മനുഷ്യൻ എഴുതും. അത്രയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന മനുഷ്യനാണ്. എവിടെ കിടന്നാലും, ഞാൻ ഇന്ന് പകൽ പറയട്ടെ, എവിടെ കിടന്നാലും ദൈവമക്കൾ ഓരോ ദിവസവും അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവർക്ക് അനുഗ്രഹമായി കൊണ്ടിരിക്കും. സ്തോത്രം. അവന്റെ ജീവിതത്തിൽ, സ്തോത്രം, ഒത്തിരി കൂരിരുകൾ വന്നേക്കാം. പക്ഷേ മറുഭാഗത്ത് അവനെ മൂർച്ഛുലനായുധമായി ദൈവം പണിയുകയാണ്. അടുത്ത ഭാഗം ഇങ്ങനെയാണ് കിടക്കുന്നത്: മരുഭൂമിയിൽ മനുഷ്യ സഞ്ചാരമില്ല, ആൾപ്പാർപ്പുകളില്ല, ഒരു വ്യക്തിയുടെ സഹായം പോലും കാണുകയില്ല. നീ പ്രതീക്ഷിക്കുക, അമ്മാച്ചന്മാരോ അച്ചാച്ചന്മാരോ കൊച്ചപ്പന്മാരോ ഒന്നും നിന്റെ മരുഭൂമിയിൽ നിന്റെ ഒപ്പം കാണത്തില്ല. അത് അവരുടെ കുഴപ്പം കൊണ്ടല്ല, ദൈവം അനുവദിക്കത്തില്ല. കാരണം ദൈവത്തിന് നിങ്ങളെ ഒറ്റയ്ക്ക് കിട്ടണം. ദൈവത്തിന് നിങ്ങളെ ഒറ്റയ്ക്ക് കിട്ടണം. ഒറ്റയ്ക്ക് കിട്ടിയാലേ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പ്രിയരെ, ഇതൊന്നും ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സ് വരെ പഠിച്ചതല്ല. ഈ സ്തോത്രം, തവളയെടുത്ത് വെള്ളത്തിൽ ചാടുന്നത് പോലെ ആ കിണറിനകത്ത് ആ വെള്ളത്തിലെടുത്ത് ചാടിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ നീന്താൻ പഠിച്ചത്. എനിക്കിത് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ നീന്താൻ പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ പുസ്തകം എടുക്കുമ്പോൾ സ്തോത്രം, മറ്റാരും നിന്റെ കൂടെ കാണുകയില്ല. മറ്റാരും നിന്റെ കൂടെ കാണുകയില്ല. സ്തോത്രം, നല്ല സമയമുണ്ട്, നല്ല പണമുണ്ട്, നല്ല സ്തോത്രം ജോലിയുണ്ട്, സ്തോത്രം, പേഴ്സ് നിറച്ചും പൈസയാണ്, എല്ലാവരും കൂടെ കാണും. പക്ഷെ നിന്നെ ദൈവം ഒറ്റക്കിട്ട് പണിയാൻ തുടങ്ങുമ്പോൾ ദൈവം പറയും, ഇനി നീ ചുറ്റിലും നോക്ക്, ആരെങ്കിലും നിന്റെ കൂടെ ഉണ്ടോ? ഇല്ല കർത്താവേ, ആരുമില്ല. സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം തന്റെ ഹൃദയത്തെ തുറന്ന് നിങ്ങളോട് ഇടപെടുവാൻ തുടങ്ങും. ആ മരുഭൂമി നിന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറും. സ്തോത്രം. ഇങ്ങനെയാണ് ആവർത്തന പുസ്തകം 8ാം അധ്യായം 15ാം വാക്യം പറയുന്നത്. ആ മരുഭൂമിക്കകത്ത്, സ്തോത്രം, വിഷപ്പാമ്പുകളുണ്ട്. ആ മരുഭൂമിക്കകത്ത് തേളുകളുണ്ട്. ഇങ്ങനെ 8 വിഭാവനമാണ് മരുഭൂമി എന്ന് പറയുന്ന സ്ഥലം. ആ മരുഭൂമി നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറും. കേൾക്കുക, ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ 1ാമത്തെ പോയിന്റിൽ കയറുന്നതേ ഉള്ളൂ. ഇനി എൻ്റെ മുമ്പിൽ 20 മിനിറ്റ് സമയമുണ്ട്. വളരെ വേഗത്തിൽ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കുക, ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. എന്താണ് ബ്രദർ മരുഭൂമിയിൽ പോയാൽ നമുക്ക് കിട്ടുന്നത്? മരുഭൂമി ഒരിക്കലും നഷ്ടമാകത്തില്ല. ഞാൻ നിങ്ങളെ ഉപദേശിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എന്നെക്കാളും നല്ല എക്സ്പീരിയൻസ് ആണ്. പക്ഷെ എൻ്റെ വാക്കുകൾ വളരെ കൃത്യമായി പോയിന്റഡ് ആണ്. ആ മരുഭൂമി വന്നത് ഒരിക്കലും നിന്റെ തല താഴ്ത്തുവാനല്ല. ആ മരുഭൂമി ഇറ്റ്സ് എ ട്രെയിനിങ് ഏരിയ. അതിനെ പരിശീലിപ്പിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ് മരുഭൂമി. അത് കേട്ടിട്ട് യേശു കർത്താവ് മരുഭൂമി സെലക്ട് ചെയ്തെങ്കിൽ മരുഭൂമിയിൽ അവൻ ഒറ്റയ്ക്കിരിക്കുവാൻ ആഗ്രഹിച്ചു. ആത്മീയ ജീവിതത്തിന്റെ അകത്ത് ചിലപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ വരാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എൻ്റെ ബെഡ്റൂമിന്റെ അകത്ത് ഞാൻ കയറി, എൻ്റെ ബെഡ്റൂം ഞാൻ ലോക്ക് ചെയ്ത് അതിൻ്റെ അകത്ത് കയറിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നന്നായി പ്രാർത്ഥിക്കുവാൻ കഴിയും. എനിക്കറിയാം ഞാൻ എപ്പോഴാ പുറത്തിറങ്ങേണ്ടത്, എനിക്കറിയാം ഞാൻ എപ്പോഴാ ഈ ലോക്ക് അഴിക്കേണ്ടത്, എനിക്കറിയാം ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ആ മുറിക്കകത്ത് കയറിയിട്ട് ഞാൻ ആ മുറി അടയ്ക്കുന്നതിന് പകരം വേറൊരാൾ പുറത്തുനിന്ന് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അസ്വസ്ഥനാണ്. മറ്റൊരാൾ പുറത്തു നിന്ന് ആ വാതിൽ അടച്ചാൽ പിന്നെ ആ മുറിക്കകത്ത് എനിക്ക് ഇരിക്കാൻ കഴിയത്തില്ല. രണ്ടും ഒരുപോലെ നമുക്ക് തോന്നും. സ്തോത്രം. രണ്ടിന്റെയും വാതിൽ അടഞ്ഞായിരിക്കുന്നത്. പക്ഷെ വേറൊരാൾ അടയ്ക്കുമ്പോൾ നാം ഭാരപ്പെടുവാൻ തുടങ്ങും. നമുക്കൊരെന്തോ ഒരു സഫക്കേഷൻ ഉണ്ടാകും. ഇതുപോലെയാണ് ദൈവം മരുഭൂമിക്കകത്ത്. എന്തുകൊണ്ടായിരിക്കാം ഈ മരുഭൂമി വന്നത്? എന്തുകൊണ്ടായിരിക്കാം ദൈവം മറ്റെല്ലാ വഴികളും അടച്ചത്? എന്തുകൊണ്ടായിരിക്കാം ദൈവം, സ്തോത്രം, പ്രത്യേകമായി ഈ ഒരു പ്രത്യേക വിഷയത്തിൽ എന്നെ കൊണ്ടുവന്ന് ഇട്ടത്? അതിൻ്റെ അകത്ത് ദൈവത്തിന് ഒളിഞ്ഞു കിടക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ദൈവമക്കളെ, ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുള്ള ഒരു ശബ്ദം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഹോശയ പ്രവചന പുസ്തകത്തിന്റെ അകത്ത് മനോഹരമായ ഒരു പദം ഇങ്ങനെയാണ്. ഹോശയ 2:14, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഞാൻ ഹൃദ്യമായി സംസാരിക്കുന്ന ഇടമാണ് മരുഭൂമി. അതിന് ഞാൻ അവളെ വശീകരിക്കാം. അവൾ എന്ന് പറയുന്ന ദൈവസഭയ്ക്ക് നിഴലാണ്. ദൈവസഭയെ കൊണ്ടുവരുന്നത് ഓരോ വ്യക്തികളാണ്. ഓരോ വ്യക്തികളും ദൈവസഭയ്ക്ക് അടയാളമാണ്. കാരണം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നതെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ ചലിക്കുമ്പോൾ സഭ ചലിക്കുകയാണ്. നിങ്ങളെ ദൈവം മരുഭൂമിയിൽ കൊണ്ടുവച്ചിരിക്കുന്നത് ദൈവത്തിന്
കൃത്യമായി സംസാരിക്കുവാനാണ്. എന്താണ് മരുഭൂമിയിൽ സംസാരിക്കാൻ പോകുന്നത്? പ്രസംഗത്തിന്റെ 5 പോയിന്റ് ഉണ്ട്, പക്ഷെ ഒറ്റ പോയിന്റ് ഇന്ന് ഞാൻ പകൽ പറയത്തുള്ളൂ. ആ പോയിന്റ് പറഞ്ഞ് എന്റെ അനുഭവ സാക്ഷ്യത്തിലേക്ക് കയറി 20 മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കണം. മരുഭൂമിയിൽ എന്നതാണ് ഉള്ളത്? വായിക്കുക. ഇരമ്യാ പ്രവചന പുസ്തകം 31 അധ്യായം 2 വാക്യം. ഇരമ്യാ പ്രവചന പുസ്തകം 31 അധ്യായം 2 വാക്യം. ഇരമ്യാ 31 അതിലെ 2 വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വാളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. മതി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം. സ്തോത്രം. വാളിന് തെറ്റി ഒഴിഞ്ഞ ജനം, സ്തോത്രം, അതേ മരുഭൂമിയിൽ അവർ കണ്ടെത്തിയ വലിയൊരു നിധിയാണ് കൃപ. ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും, സ്തോത്രം സഹോദരങ്ങളെ, എന്നെക്കാളും പ്രായമുള്ളവരാണ്, ഞാൻ ബഹുമാനത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കൃപ നഷ്ടപ്പെട്ടു പോകരുത്. കൃപ, മരുഭൂമിയിൽ കിട്ടിയ കൃപ നമുക്ക് നഷ്ടപ്പെടുവാൻ പാടില്ല. നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേക തൈലത്തിന്റെ അളവുകൾ കുറയാൻ പാടില്ല. കൃപ നഷ്ടപ്പെടുത്തി കളയരുത്. കൃപ നഷ്ടപ്പെടുത്താൻ എളുപ്പമാ, പക്ഷെ വാളിന് തെറ്റിയൊഴിഞ്ഞ ജനമാണ്. പക്ഷെ അവർ മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. സ്തോത്രം. അവർ മരുഭൂമിയിൽ ഫൈൻഡ് ഗ്രേസ് ഇൻ ദ വിൽഡർനെസ്. അവർ മരുഭൂമിയിൽ ഇതാ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ആ മരുഭൂമി യാത്രയിൽ പോകുമ്പോൾ, സ്തോത്രം, ഒരുപക്ഷെ പൗലോസിന്റെ ജീവിതത്തിൽ അതിശക്തമായി ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് പൗലോസ്. ലോകത്തെ കീഴ്മേൽ മറിച്ച മനുഷ്യൻ. സ്തോത്രം. യേശു കർത്താവ് കഴിഞ്ഞാൽ, സ്തോത്രം, ലോകത്തെ കീഴ്മേൽ മറിച്ച ഒരു അപ്പോസ്തലനാണ് പൗലോസ്. സ്തോത്രം. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസ്, വെളിപ്പാടിന്റെ ആധിക്യത്താൽ നിറഞ്ഞവനായ പൗലോസ്. ആ പൗലോസ് പ്രസംഗിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. ആ പൗലോസ് പ്രസംഗിക്കുമ്പോൾ പാപികൾക്ക് മാനസാന്തരമുണ്ടാകും. ആ പൗലോസ് പ്രസംഗിക്കുമ്പോൾ ദൈവ ശബ്ദത്താൽ ജനത്തിന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുവാൻ തുടങ്ങും. അസാധാരണമായ ദൈവ പ്രവൃത്തികൾ ആ മനുഷ്യന്റെ ശുശ്രൂഷയിലൂടെ ദൈവാത്മാവ് ചെയ്തെടുത്തു. പക്ഷേ തന്റെ ജീവിതത്തിലെ മരുഭൂമിയിൽ ഒക്കെ താൻ കടന്നു പോകുമ്പോൾ, താൻ പലവട്ടമായി, 3 വട്ടമായി, ബൈബിൾ പറയുന്നു 3 വട്ടമായി പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, കഴിയുമെങ്കിൽ ഈ ശൂലം ഒന്നെടുത്ത് മാറ്റിത്തരാമോ? എനിക്കിത് സഹിക്കുവാൻ കഴിയുന്നില്ല. എനിക്ക് വേദന സഹിക്കുവാൻ കഴിയുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് വന്നതല്ല. പക്ഷേ ഈ മരുഭൂമിയിൽ, ഈ ആത്മീയ ജീവിതത്തിനകത്ത് ഞാൻ അനേകർക്കൊരു അനുഗ്രഹമാണ്. പക്ഷെ എന്റെ ജീവിതത്തിൽ ഈ ശൂലമുണ്ട്. പക്ഷെ കർത്താവ് തിരിച്ചു പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? പൗലോസെ, കേക്ക്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എന്റെ കൃപ നിനക്ക് മതി. ആ ശൂലം മാറ്റിക്കൊടുത്തില്ല. പകരം അവന്റെ മേൽ കൃപ കൊണ്ട് ദൈവം നിറച്ചു. വാളിന് തെറ്റി ഒഴിഞ്ഞ ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ആ കൃപ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് മരുഭൂമി. ആ മരുഭൂമിക്കകത്ത് കൃപകൾ ഉണ്ട്. അത് നിലനിലയിൽ ആത്മീയ കണ്ണ് തുറന്ന് നോക്ക്. ആ മരുഭൂമിക്കകത്ത് കൃപകൾ ഉണ്ട്. മരുഭൂമിക്കകത്ത് ദൈവിക പ്രൊവിഷൻസ് ഉണ്ട്. മരുഭൂമിക്കകത്ത് ദൈവം ചെയ്യാൻ പോകുന്നത് മറ്റൊരു മനുഷ്യൻ കണ്ടിട്ടില്ല. ഇസ്രായേൽ ജനം പുറപ്പെടുമ്പോൾ അവർ അറിഞ്ഞതല്ല അവരുടെ ജീവിതത്തിലെ മരുഭൂമി. പക്ഷെ ആ മരുഭൂമിക്കകത്ത് ദൈവം എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ടു മുമ്പായി മഞ്ഞിൽ പൊതിഞ്ഞ മന്ന അവിടെ കൂടാരത്തിൽ വന്നു നിൽക്കും. അത് ദൈവത്തിന്റെ കൃപയാണ്. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയല്ല. പക്ഷെ ദൈവം അത് ദൈവത്തിന്റെ ശബ്ദം കേട്ട് പുറപ്പെട്ട ജനത്തിന്റെ മുമ്പിൽ ദൈവം നീതിമാനാണ്. എന്റെ ജനം ആ മരുഭൂമിയിൽ യാത്ര ചെയ്യുമ്പോൾ അവർ വിശപ്പ് മാറുവാനായി ഞാൻ മന്ന കൊടുക്കും. ഒരു കാറ്റിനെ അടുപ്പിച്ച് കയ്യെത്തും ദൂരത്ത് കാടപ്പക്ഷിയെ അവർക്ക് പിടിക്കത്തക്കവണ്ണം ദൈവം അവർക്ക് അനുകൂലമായിരുന്നു. ആ മരുഭൂമിയിൽ അവർക്ക് വിശപ്പ് മാറുവാൻ ദൈവത്തിന്റെ കൃപ അവരുടെ കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. ആ മരുഭൂമിയിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭമായി ഇസ്രായേൽ ജനത്തെ നടത്തുവാൻ ദൈവ കൃപയുണ്ടായിരുന്നു. ഒരു വിശപ്പാമ്പോ, ഒരു തേളോ, ഒരു ശത്രു രാജ്യമോ അവർക്കെതിരായി നിന്നില്ല. ഒരു നായ് പോലും അവർക്കെതിരായി കുരച്ചില്ല. ഒരു വിശപ്പാമ്പ് അവർക്കെതിരായി ചീറ്റിയില്ല. പകരം ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് അനുഗ്രഹമായി ആ കൃപ അവരുടെ മേൽ നിറഞ്ഞു നിന്നു. നിങ്ങൾക്കറിയാമോ, സ്തോത്രം, ദൈവം, സ്തോത്രം, മോശയോട് പറഞ്ഞു, മോശെ, നീ എനിക്കൊരു സമാഗമന കൂടാരം പണിയണം. ഈ ഒരു പുറപ്പാട് പുസ്തകം നിങ്ങൾ എടുക്കേണ്ട സമയപരിധി മുതൽ ഞാൻ വേഗത്തിൽ സ്തോത്രം ഫ്രീ ആകുമ്പോൾ നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ തന്നെ ഉണ്ട്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 1 മുതലുള്ള ലിസ്റ്റ്. സമാഗമന കൂടാരം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കേണ്ടതായ ലിസ്റ്റ് അവിടെ കിടപ്പുണ്ട്. ആ ലിസ്റ്റിൽ, സ്തോത്രം, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഒരു വാക്കാണ് തഹശുതോൽ.
തഹശുതോൽ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ ഈ ഭാഗം ഞാൻ എടുത്ത് വായിക്കുമ്പോൾ ഞാൻ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി, ഇത് എന്തുവാ ഈ സാധനം. പിന്നെ പല റെഫറൻസുകൾ ഞാൻ എടുത്ത് പഠിക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്കൊരു മനസ്സിലായത്, ഈജിപ്തിൽ അവരായിരുന്ന സമയത്ത് കടലിലും കരയിലും ഒരുപോലെ ജീവിക്കുന്നതായ ഒരു ജീവിയുണ്ട്. അതിന്റെ പേരാണ് സീൽ. ആ മൃഗത്തിന്റെ തോലാണ് തഹശുതോൽ. എസെക്കിയേൽ പ്രവചന പുസ്തകം 14-ാം അധ്യായത്തിൽ ഒരു പദമുണ്ട്, ഈ തോൽ ഉപയോഗിച്ചാണ് അവർ ചെരുപ്പുണ്ടാക്കിയിരുന്നത്. ഈ തോൽ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ജനം ചെരുപ്പുണ്ടാക്കിയിരുന്നത്. പക്ഷേ സ്തോത്രം, ദൈവത്തിന്റെ ആലയ പണിക്കായി മരുഭൂമിയിൽ കൂടാരമടിക്കുമ്പോൾ ദൈവം അവരോട് പറഞ്ഞു, ആലയ പണിക്ക് നീ എന്ത് ചെയ്യണം? തഹശുതോൽ കൊണ്ടുവരണം. ആ സമാഗമന കൂടാരം പണിയുമ്പോൾ 4 ലെയറാണ് സ്തോത്രം അതിന്റെ മുകളിലുള്ളത്. ഔട്ടർ പർപ്പസിൽ സ്തോത്രം അതിന്റെ പ്രാകാരത്തിന് മേൽക്കൂരയില്ല. പക്ഷേ സ്തോത്രം, ഹോളി പ്ലേസ് ആൻഡ് ദ മോസ്റ്റ് ഹോളി പ്ലേസ്, വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലത്തിന് മേൽക്കൂരയുണ്ട്. അകത്ത് നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ചിത്രപ്പണികളാൽ നെയ്തെടുത്തതായ തിരശ്ശീല, അതിന്റെ മുകളിൽ സ്തോത്രം ആട്ടുകൊറ്റന്റെ രോമം കൊണ്ടുള്ള തിരശ്ശീല, അതിന്റെ മുകളിൽ ചുവപ്പിച്ച ആട്ടുകൊറ്റന്റെ രോമം കൊണ്ടുള്ള തിരശ്ശീല, അതിന്റെ മുകളിലാണ് തഹശുതോൽ. എന്ന് പറഞ്ഞാൽ ഒരു റബ്ബറിന്റെ കളറ്, സ്തോത്രം, റബ്ബർ ഉണ്ടല്ലോ, റബ്ബർ, അതിന്റെ കളറ്. പുറത്തുനിന്ന് നോക്കിയാൽ ഒരു രൂപഗുണങ്ങളില്ല, പുറത്തു നോക്കിയാൽ സൗന്ദര്യമില്ല, പുറത്തു നോക്കിയാൽ വെറുക്കത്തക്കവണ്ണമുള്ള രൂപമാണ്. പക്ഷേ നിങ്ങൾക്ക് കർത്താവിനെ കാണണമോ? അകത്തോട്ടൊന്ന് കയറ്. പുറത്തുനിന്ന് കമന്റ് പറയാൻ എളുപ്പമാണ്, പുറത്തിരുന്ന് വിധി എഴുതുവാൻ എളുപ്പമാണ്. പക്ഷേ കർത്താവിനെ അറിയണമെങ്കിൽ അകത്തോട്ടൊന്ന് കയറി നോക്ക്. അകത്തോട്ട് കയറിയാൽ അവൻ ഷാരോനിൽ പനിനീർ പുഷ്പം, 1000 സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതിനേക്കാളും അതിസുന്ദരാണ് എന്റെ കർത്താവ്. അകത്തോട്ട് കയറ്. സ്തോത്രം. അകത്ത് നിന്ന് മുകളിൽ നോക്കിയാൽ ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് കാണുവാൻ കഴിയും. ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് തഹശുതോൽ. പക്ഷെ ഇതാണ് ദൈവം അവരോട് പറഞ്ഞത്, നീ ഇത് കൊണ്ടുവന്ന് ആലയ പണിക്ക് കൊടുക്കണം. നിങ്ങൾക്കറിയാമോ, ആലയ പണിക്ക് വേണ്ടി തഹശുതോൽ കൊടുത്താൽ ആ മരുഭൂമിയിൽ അവർക്ക് നടന്നു പോകാൻ പിന്നെ ചെരുപ്പുണ്ടാക്കാൻ കഴിയത്തില്ല. മരുഭൂമി, ഞാൻ സ്തോത്രം, ദൈവത്തിന്റെ കൃപയാൽ 1-2 വട്ടം ഞാൻ ആ പ്രദേശത്ത് യാത്ര ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി, ഇതെങ്ങനെ ഈ ജനം ഈ മരുഭൂമി കൂടെ നടന്നു എന്നത് എനിക്കൊരു അത്ഭുതമായിരുന്നു. പക്ഷേ തിരുവചനം പറയുന്നു, ആ ആലയത്തിൽ ആ കൂടാരം പണിയുവാൻ അവർ ആ തഹശുതോൽ കൊടുത്തപ്പോൾ എന്താ ആ മരുഭൂമിയിൽ സംഭവിച്ചെന്നറിയാമോ? അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. ചെരുപ്പ് തേഞ്ഞു പോയാലേ സ്തോത്രം അടുത്ത ചെരുപ്പ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. സ്തോത്രം. ദൈവം എന്താ ചെയ്തത്? അവർ വളരുന്നതനുസരിച്ച് ആ ചെരുപ്പ് വളർന്നുകൊണ്ടിരുന്നു. അതാണ് ദൈവത്തിന്റെ കൃപ. മരുഭൂമിയിൽ ദൈവത്തിന്റെ കൃപ കണ്ടെത്തി. ഇന്ന് ഈ പകലും ഈ വൈകുന്നേര സമയത്ത് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, ലോകത്തിന്റെ 5 വൻകരകളിൽ ഇരുന്നു കൊണ്ട് എന്റെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, നീ ആയിരിക്കുന്ന ജീവിതത്തിൽ ചില മരുഭൂമികൾ ദൈവം അനുവദിക്കുന്നത് ഒരിക്കലും നിന്നെ തളർത്തുവാനല്ല, നീ അവിടെ ദൈവത്തിന്റെ കൃപ കണ്ടെത്തും. ഹല്ലേലൂയ. എന്റെ വീട്ടിലേക്ക് ഒരു ആന്റി കടന്നു വന്നു. വളരെ സ്തോത്രം, ആത്മീയ ഗോളത്തിൽ വളരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ഒരു ആന്റിയാണ്. അവർ സ്തോത്രം ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ കുടുംബ വീട്ടിൽ ഒരു നട്ടുച്ച സമയത്ത്, ശമരിയ പട്ടണത്തിലെ ശമരിയ സ്ത്രീ വന്നതുപോലെ സ്തോത്രം, ഒരു നട്ടുച്ച സമയത്ത് അവരുടെ സ്തോത്രം, അവർക്ക് ജോലിയുണ്ട്, എന്നാൽ അതിനോട് കൂടെ തന്നെ കർത്താവിന് വേലയുമായിരിക്കുന്നു. അവർ വന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. എന്റെ വീട്ടിൽ വന്ന് സ്തോത്രം ചില ട്രാക്റ്റുകൾ നൽകി ഞങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചു. 1 മാസമായി, ഓരോ മാസം കഴിയുമ്പോൾ മാസത്തിൽ 1-2 തവണ വരാറുണ്ട്. 2 മാസമായി, 3 മാസമായി, 4-ാം മാസവും കൂടെ കടന്നു വന്നപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. എനിക്കാണെങ്കിൽ ഈ ഗ്രൂപ്പിനെ കാണുന്നതേ ഇഷ്ടമല്ല. ഇവർ വരുന്നതേ നമ്മളെ മതം മാറ്റാൻ എന്നുള്ള ചിന്തയിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഞാൻ ഇന്ന് പകൽ നിങ്ങളെ നോക്കി പറയട്ടെ, ഒരു പക്ഷേ ആദ്യമായി ദൈവവചനം കേൾക്കുന്നവരുണ്ടോ എങ്കിൽ ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ വളരെ അടിവരയിട്ട് മനസ്സിലാക്കണം. നിങ്ങളുടെ ഹൃദയത്തിന്റെ പലകയ്ക്കകത്ത് എഴുതിയിട്ടോണം, ഈ പുസ്തകം മതം മാറ്റുന്ന പുസ്തകമല്ല, ഈ പുസ്തകം നിന്റെ മനം മാറ്റുന്ന പുസ്തകമാണ്. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകുന്നതല്ല ഈ പുസ്തകം. നിന്നെ കത്തുന്ന നരകത്തിൽ നിന്നും നിത്യതയിലേക്ക് എത്തിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഈ കർത്താവ് പറയിട്ടിട്ട ഈ കർത്താവിന്റെ ദൈവവചനം. സോ മനസ്സിലാക്കണം, ഇവർ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്ന് ശക്തമായി ദൈവവചനം ഞങ്ങളോട് സംസാരിക്കുവാൻ തുടങ്ങി. ഞാൻ 2 മതിൽ ചാടും. എനിക്ക് മുമ്പിൽ, ഞാൻ ഇവരെ മുമ്പിൽ ഇരിക്കത്തില്ല. എന്നാൽ എന്റെ അമ്മയിൽ ഭയങ്കര വ്യത്യാസം. അവർ ദൈവവചനം കേൾക്കുന്നു, വിശ്വസിക്കുന്നു. കാലങ്ങൾ പലത് കടന്നുപോയി. ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിലോ നേർച്ചകളോ കാഴ്ചകളോ അനുഷ്ഠാനങ്ങളോ വ്രതങ്ങളോ ഒന്നും എടുക്കാൻ വരാതെ സ്തോത്രം, എപ്പോൾ സമയം കിട്ടുമോ അപ്പോഴെല്ലാം ബൈബിൾ വായിക്കുന്ന ഒരു സ്വഭാവം എന്റെ വീട്ടിൽ കണ്ടപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കുവാൻ തുടങ്ങി. സ്തോത്രം. എന്റെ പിതാവ് ആ സമയത്ത് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ കൂട്ടുകുടുംബമാണ്. ഞങ്ങൾ എല്ലാവരും
എല്ലാവരും ബന്ധുക്കളും ഞങ്ങളുടെ എല്ലാവരും ഞങ്ങളുടെ വീടിനോട് ചുറ്റപ്പെട്ട് കിടക്കാണ് താമസിക്കുന്നത്. എൻ്റെ ഉള്ളിൽ ഭയമാണ്. സ്തോത്രം, ഞാൻ കരുതിയിരുന്നത് വേറൊരു മതത്തിലേക്ക് എൻ്റെ കുടുംബം കടന്നുപോയി എന്നാണ്. സ്തോത്രം, എന്നാൽ ഞാൻ എൻ്റെ അമ്മയോട് തർക്കിക്കുവാനും വാദിക്കുവാനും തുടങ്ങി. എന്നാൽ ആ തർക്കത്തിന് ശേഷം, വാദത്തിന് ശേഷം ഞാൻ മാത്രം സംസാരിക്കുകയാണ്, ഞാൻ മാത്രം ബഹളം ഉണ്ടാക്കുകയാണ്. പക്ഷെ അതിനുശേഷം എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഞാൻ ഇപ്പോൾ ഒന്നും പറയുന്നില്ല, പകരം ഞാൻ പോകുന്ന ഒരു പ്രാർത്ഥനാ ഇടമുണ്ട്, അവിടെ നീ ഒന്ന് വന്നിരിക്കണം. എല്ലാ സെക്കൻഡ് സാറ്റർഡേയും, സ്തോത്രം, എല്ലാ മാസത്തിലെ സെക്കൻഡ് സാറ്റർഡേയും വൈകുന്നേരം, സ്തോത്രം, 3 മണി മുതൽ 7 മണി വരെ നടക്കുന്ന ആ യോഗത്തിലേക്ക് എന്നെ ബലമായി പിടിച്ചുകൊണ്ടുപോയി. മനസ്സില്ലാ മനസ്സോടെ ഞാൻ ആ യോഗത്തിൽ പോയിരുന്നു. ഏറ്റവും പുറകിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഒരു ക്രിസ്തീയ കൂട്ടം. എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നതായ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ ആയിരിക്കും ആരാധന, ഇങ്ങനെയൊക്കെ ആയിരിക്കും സിസ്റ്റം. പക്ഷെ അതൊന്നും ആയിരുന്നില്ല അവിടെ നടന്നത്. അതിശക്തമായ ആരാധന അവിടെ വെളിപ്പെടുകയാണ്. ദൈവമക്കളെ, സ്തോത്രം, ആരാധന എത്രത്തോളം ഉയർന്നു നിൽക്കുന്നോ അത്രത്തോളം ദൈവ സാന്നിധ്യം അവിടെ നിറഞ്ഞു നിൽക്കും. സ്തോത്രം, സ്വർഗത്തിൽ ആരാധന മാത്രമാണുള്ളത്, പ്രസംഗമില്ല. ഭൂമിയിൽ മാത്രമാണ് പ്രസംഗമുള്ളത്, സ്വർഗത്തിൽ ആരാധനയാണ്. എവിടെയാണോ ആത്മാവിലും സത്യത്തിലും ആരാധനയുള്ളത് അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കും. ഏറ്റവും പുറകിലത്തെ കസേരയിൽ ഇരുന്നുകൊണ്ട് ഞാൻ ചുറ്റിലും നോക്കി, ജനം മുഴുവനും ആരാധിക്കുകയാണ്. അല്പനേരം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ മുന്നിലേക്ക് വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ദൈവദാസൻ കടന്നു വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുവാൻ സമയമായി. ആ മനുഷ്യൻ പ്രസംഗം ആരംഭിച്ചു. സ്തോത്രം, ആ മനുഷ്യന്റെ പ്രസംഗത്തിന്റെ പോയിന്റ് എന്താന്ന് ഇന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ആ പോയിന്റിന്റെ മധ്യത്തിൽ പറഞ്ഞ ഒരു കുറിവാക്യം ഇതാണ്: എവ്രിബഡി come and bow before in the front of creation and nobody did not know who is our creator. എല്ലാവരും വന്ന് സൃഷ്ടികളുടെ മുമ്പിൽ നമസ്കരിക്കുന്നു, എന്നാൽ സൃഷ്ടാവാരെന്ന് ആരും അറിയുന്നില്ല. ഈ വാക്ക് രഞ്ജിത്നാഥ് എന്ന് പറയുന്ന എന്നെ പിടിച്ചു കുലുക്കി. കാരണം എൻ്റെ 12ാമത്തെ വയസ്സ് മുതൽ എൻ്റെ കുടുംബ ജ്യോത്സ്യൻ പറഞ്ഞതനുസരിച്ച് എനിക്ക് ജാതക ദോഷങ്ങളുണ്ട്. ഞങ്ങൾക്ക്, സ്തോത്രം, ജാതകങ്ങൾ ഒത്തിരി ഉണ്ട്. പഴയ ഓർത്തഡോക്സ് ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും കുറെ ജനിച്ചു വീഴുമ്പോഴേ ജാതകമുണ്ട്. ആ ജാതകത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പരിപാടി ചെയ്യുന്നത്. പക്ഷേ സ്തോത്രം, തിരുവചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവന്റെ ജാതകം എഴുതുന്നത് തമ്പുരാനാണ്. ആ ജാതകത്തെ തിരുത്താൻ ലോകത്തിലെ ഒരു ശക്തിയും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. സ്തോത്രം. സോ ഈ ജാതകം എൻ്റെ ഉണ്ട്. ആ ജാതക പ്രകാരം ഞാൻ തൊടുന്നത് മൊത്തവും ശാപമാണ്. എന്നെ ഒരു വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. എൻ്റെ ജീവിതത്തിൽ ഒരേക തിന്മകൾ കടന്നു വരും. അതുകൊണ്ട് ഇതിൽ നിന്നും, ഈ ദോഷങ്ങളിൽ നിന്നൊക്കെ മാറുവാൻ, സ്തോത്രം, ഉദിച്ചുയരുന്ന സൂര്യന്റെ മുമ്പിൽ നമസ്കരിക്കണം. സൂര്യ നമസ്കാരം എന്ന് പറയുന്ന ഒരു സംവിധാനം എൻ്റെ ജീവിതത്തിൽ എൻ്റെ 12ാമത്തെ വയസ്സ് മുതൽ ഞാൻ ചെയ്യുമായിരുന്നു. ഈ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് വയസ്സ് 18, 6 വർഷമായി കൃത്യമായി, സ്തോത്രം, വ്രതശുദ്ധിയോടുകൂടി ഞാൻ പറയേണ്ട സൂക്തങ്ങൾ, മന്ത്രങ്ങൾ എനിക്ക് മനഃപ്പാടമാണ്. ഉദിച്ചുയരുന്ന സൂര്യന്റെ മുമ്പിൽ സൂര്യ നമസ്കാരം ഞാൻ എടുക്കും. ഞാൻ അത് പറഞ്ഞു, ഇത് എൻ്റെ ഭാവനയിൽ ആ പ്രസംഗ സമയത്ത് എനിക്ക് ഓടി വന്നു. ഞാൻ ഇങ്ങനെ കാണുകയാണ്. ഞാൻ എൻ്റെ വേദനകൾ മാറുവാൻ, എൻ്റെ ജാതകത്തിന്റെ ദോഷങ്ങൾ മാറുവാൻ, എൻ്റെ കയ്പുകൾ മാറുവാൻ ഞാൻ ഇത്രയും വർഷമായി ഈ സൂര്യ നമസ്കാരം എടുക്കുന്നു. പക്ഷെ ഈ മനുഷ്യൻ വിളിച്ചു പറയുന്നു, എല്ലാവരും വന്ന് സൃഷ്ടികളുടെ മുമ്പിൽ നമസ്കരിക്കുന്നു. സൂര്യൻ ഒരു സൃഷ്ടി അത്രേ. ആ സൃഷ്ടിയുടെ മുമ്പിൽ ഞാൻ നമസ്കരിക്കുമ്പോൾ ഈ മനുഷ്യൻ വിളിച്ചു പറയുകയാണ്, ഈ സൃഷ്ടിയെ ഉണ്ടാക്കിയ ഒരു സൃഷ്ടാവിന്റെ കരം ഇതിന്റെ പിന്നിലുണ്ട്. ആരും സൃഷ്ടാവിനെ അറിയുന്നില്ല. അങ്ങനെയെങ്കിൽ ആ സൂര്യൻ അസ്തമിക്കുന്ന ആ സമയത്ത് ആ മൈക്കിലൂടെ ഞാൻ കേട്ടതായ ശബ്ദം ഇങ്ങനെയാണ്: ഈ സൂര്യനെയാണോ ഞാൻ നമസ്കരിക്കേണ്ടത്, അതോ സൂര്യനെ ഉണ്ടാക്കിയതായ ഒരു സൃഷ്ടാവുണ്ട്? അങ്ങനെയെങ്കിൽ എൻ്റെ ദോഷങ്ങൾ മാറുവാൻ ഞാൻ ആരെയാണ് സേവിക്കേണ്ടത്? എൻ്റെ ഹൃദയത്തിന്റെ അകത്തൊരു ചോദ്യം. ഒരു വിധികർത്താവ് പോലെ അമ്മയെ തിരിച്ച് ഉപദേശിക്കാൻ എന്നുള്ള ക്രമത്തിലാണ് ഞാൻ അങ്ങോട്ട് പോയെങ്കിലും, സ്തോത്രം, ഒന്നും മിണ്ടാതെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. എൻ്റെ ഡിഗ്രിയുടെ 1ാമത്തെ വർഷം ഞാൻ ട്രിവാൻഡ്രത്തെ MG കോളേജിൽ പഠിക്കുന്ന സമയം. ഞാൻ എൻ്റെ സ്നേഹിതന്മാർ എനിക്കധികം ഇല്ല. എന്നാൽ മറ്റ് ഫ്രീ ആയി കിട്ടുന്ന സമയത്തെല്ലാം ഞങ്ങൾ മാറിയിരിക്കുമ്പോൾ, ഞങ്ങൾ മറ്റ് പല കാര്യങ്ങളിൽ നിൽക്കുമ്പോൾ, ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു സ്നേഹിതനുണ്ട്. അവൻ ഇതാ, സ്തോത്രം, ഫ്രീ ആകുന്ന സമയത്ത് പോക്കറ്റിനകത്ത് നിന്ന് ബൈബിൾ തുറന്നു വെച്ച് ബൈബിൾ വായിക്കുന്നു. ആ കോളേജിന്റെ അകത്ത് ബൈബിൾ കൊണ്ടുപോകാൻ പാടില്ല എന്ന നിയമമുള്ളപ്പോൾ തന്നെ ഈ മനുഷ്യൻ, ഈ സ്നേഹിതൻ ആരെയും ഭയപ്പെടുന്നില്ല, അവൻ ആരെയും നോട്ടമില്ല. അവൻ പക്ഷെ ധൈര്യത്തോടെ ഇരുന്ന് ബൈബിൾ വായിക്കുന്നു. അവനൊരു വ്യത്യസ്തനായിരുന്നു. സ്തോത്രം. ഞാൻ നിങ്ങളെ നോക്കിയ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്കിടെ വീട്ടിൽ നിങ്ങളുടെ മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. സ്തോത്രം. നിങ്ങളുടെ മക്കൾ, കൊച്ചുമക്കൾ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിക്കുന്ന ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 49 നിന്നും അവൻ വ്യത്യസ്തനാണ്. ആ വ്യക്തി വ്യത്യസ്തനായിരിക്കും.
ഇവൻ മാത്രം ബൈബിൾ തുറന്നു വെച്ച് ബൈബിൾ വായിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവനൊരു ക്രിസ്ത്യാനിയല്ല, അവനൊരു ബ്രാഹ്മണനാണ്. ഒരു ബ്രാഹ്മണൻ ബൈബിൾ വായിക്കുന്നത് കണ്ടപ്പോൾ എന്റെ അകത്ത് കിടന്ന ആ പഴയ ശൗലിങ് പുറത്തു വന്നു. ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് സ്തോത്രം തർക്കിക്കുവാനും വാദിക്കുവാനും തുടങ്ങി. ഞാൻ അവന്റെ അടുക്കൽ പറഞ്ഞു, എടാ നീ ഒരു ബ്രാഹ്മണനല്ലേ, കുലമഹിമ നോക്കിയാൽ എന്നെക്കാളും ഉയർന്ന സ്ഥാനത്താണ് നീ നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് നീ ഈ ബൈബിൾ വായിക്കുന്നത്? എനിക്ക് ഈ സത്യം അറിയണം, എന്തുകൊണ്ടാണ് ഈ ബൈബിൾ നീ വായിക്കുന്നത്? അവൻ എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്ന്, രഞ്ജിത്തെ, നീ ഇത്രയും നാളും ഈ ദൈവം എന്ന് കരുതിയ സാങ്കല്പിക വിദ്യാമൂർത്തികളുടെ മുമ്പിൽ പോയി നിന്നതൊന്നും ദൈവമല്ല. ഒരു പാസ്റ്റർ അല്ല എന്നോട് പറഞ്ഞത്, ഒരു ബ്രാഹ്മണ സഹോദരൻ എന്നോട് പറയാണ്, ദൈവമാരെന്ന് നീ അറിയണം. എന്റെ സ്വത്തം ഇടത് കൈ അവൻ പിടിച്ചുകൊണ്ട് ആ കോളേജിന്റെ ഒരു വലിയ വൃക്ഷത്തെ ആ മുറ്റത്തുണ്ട്, ആ വൃക്ഷത്തിന്റെ തണലിൽ കൊണ്ടിട്ടത് എന്റെ കാര്യങ്ങൾ മുഴുവനും ചോദിച്ചു. ഞാൻ ആ പ്രസംഗം കേട്ടതുവരെയുള്ള കാര്യം ഞാൻ അവന്റെ അടുക്ക പറഞ്ഞു. അവൻ തിരിച്ചു പറഞ്ഞു, രഞ്ജിത്ത്, നിന്നെ ദൈവം സ്നേഹിക്കുന്നു, നീ ദൈവമാരെന്ന് അറിയണം. ദൈവമാരെന്ന് അറിഞ്ഞാൽ ആ അറിവ് നിന്നെ സ്തോത്രം നിന്റെ കണ്ണുകളെ തുറപ്പിക്കുന്നതാണ്. സ്തോത്രം, തെറ്റുകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാം. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവൃത്തി 17:30 പൗലോസ് പറഞ്ഞത്, അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം, ഇതല്ലോ ദൈവത്തിന്റെ ഇഷ്ടം. സ്തോത്രം, അറിവില്ലായ്മയുടെ ഒരു കാലം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മളെല്ലാം ഈ അറിവോട് കൂടി ജനിച്ചു വന്നതല്ല, പക്ഷെ അറിവില്ലായ്മയുടെ ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ കണ്ണുകളെ ദൈവം തുറക്കുവാൻ ഇടയായി. 3 വർഷം ഞാൻ ആ ഡിഗ്രി പഠിച്ചിരുന്ന സമയത്ത് ഇവൻ എന്നെ ഓരോ ദിവസവും വചനം വായിക്കാനും പഠിക്കുവാനും മനസ്സിലാക്കുവാൻ തുടങ്ങി. 3 വർഷം, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ, 3 വർഷം കൊണ്ട് ഈ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങൾ, ഓരോ ചാപ്റ്റേഴ്സ് ഞാൻ വായിച്ചു തീർത്ത് പഠിക്കുവാൻ തുടങ്ങി. ഞാൻ ബൈബിൾ കോളേജിൽ പോകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല, പക്ഷേ ആ 3 വർഷം കൊണ്ട് ദൈവം എന്നെ പണിതു, ദൈവം എന്നെ വലുത് സ്തോത്രം മാനിക്കുവാൻ തുടങ്ങി. ഈ 3 വർഷം കൊണ്ട് ടോട്ടലി എന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. മൂക്കൊലിപ്പോ തലവേദനയോ സ്തോത്രം മൂക്കടപ്പോ ഒന്നും മാറിയിട്ടല്ല സ്തോത്രം ഞാൻ വിശ്വാസത്തിൽ വന്നത്. ഏകസത്യ ദൈവം ഒരുവനേ ഉള്ളൂ. ആ ബഹുദൈവ വിശ്വാസത്തിൽ നിന്നും ഏകസത്യ ദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ എനിക്ക് ഈ ബൈബിൾ വചനത്തിലൂടെ എന്നെ ദൈവം സഹായിക്കുവാൻ ഇടയായി. 3 വാക്യങ്ങളാണ് അവൻ എനിക്ക് എടുത്തു തന്നത്. സ്തോത്രം, ആ വാക്യം എടുപ്പാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേഗത്തിൽ വായിക്കാം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 15-ാം വാക്യം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. ഞാൻ തന്നെ അത് വേഗത്തിൽ വായിക്കാം. 4-ാം അധ്യായം 15-ാം വാക്യം. നിങ്ങൾ നന്നായി സൂക്ഷിച്ചു കൊള്ളുവീൻ, യഹോവ ഹോരേബിൽ തീയുടെ നടുവിൽ ഇന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയും പെണ്ണിന്റെയും സാദൃശ്യത്തിലോ ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെ സാദൃശ്യമോ ആകാശത്ത് പറക്കുന്ന യാതൊരു പക്ഷിയുടെ സാദൃശ്യമോ ഭൂമിയിലെ യാതൊരു ഇഴജാതിയുടെ സാദൃശ്യമോ ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെ സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. അടുത്ത വാക്യം, നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനോ സേവിപ്പാനോ വശീകരിക്കപ്പെടരുത്. അവയെ നിന്റെ ദൈവമായ ഹോവ സകല ജാതി അവയെ നിന്റെ ദൈവമായ ഹോവ ആകാശത്തിന് കീഴിലുള്ള സകല ജാതികൾക്കും പങ്കിട്ട് കൊടുത്തിരിക്കുന്നു. നീ ആകാശ സൈന്യമായ സൂര്യനെ കാണുമ്പോൾ ചന്ദ്രനെ കാണുമ്പോൾ നീ അവയെ സേവിപ്പാനോ വശീകരിക്കോ പെടരുത്. അർത്ഥം, സകലമാന ജാതികൾക്കും, ഭൂമിയിൽ എത്ര ലക്ഷക്കണക്കിന് ജാതികളുണ്ടോ ആ ജാതികൾക്ക് മുഴുവനും എന്റെ ദൈവമായ കർത്താവ് സകല ജാതികൾക്കും ആ സൂര്യനെ ഉദിക്കുവാൻ ആ സൂര്യൻ കൊടുത്തിരിക്കുന്നു. സൂര്യനെ അല്ല നമസ്കരിക്കേണ്ടത്, സൂര്യനെ ഉണ്ടാക്കിയ ഒരു ദൈവം അതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് ആകാശ സൈന്യമായ സൂര്യനെയോ ലക്ഷോപലക്ഷ നക്ഷത്രങ്ങളെയോ നീ അവയെ സേവിപ്പാനോ വശീകരിക്കുവാനോ പോകേണ്ട ആവശ്യമില്ല. അവയെ നിന്റെ ദൈവമായ ഹോവ സകലമാന ജാതികൾക്കും പങ്കിട്ട് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കാത്തവനും നാളെ രാവിലെ സൂര്യൻ ഉദിക്കും. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. സ്തോത്രം. കാരണം ആ ദൈവം ഈ ഭൂമിയിലെ സകലതും ഒറ്റ വാക്കിനാൽ സൃഷ്ടിച്ച ദൈവമാണ്. അതുകൊണ്ട് ദൈവമാരെന്നറിയണം. അങ്ങനെ സ്തോത്രം, ആ സഹോദരൻ എനിക്ക് രണ്ടാമത് പറഞ്ഞ പദം സ്തോത്രം അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 3 വാക്യങ്ങളാണ് എനിക്ക് ആ സഹോദരൻ എടുത്തു തന്നത്. 2-ാമത്തെ വാക്യം ഇന്നും എന്റെ ഹൃദയത്തിന്റെ പലകയ്ക്കകത്ത് ഞാൻ എഴുതിയിട്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. പൗലോസ് 17-ന്റെ അപ്പോസ്തല പ്രവൃത്തികൾ. പൗലോസ് അരയോപക മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത്, അഥേന പുരുഷന്മാരെ,
നിങ്ങൾ എല്ലാത്തിനും അതിഭക്തന്മാർ എന്ന് ഞാൻ കാണുന്നു. ഞാൻ ചുറ്റിലും നടന്ന് നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവൻ എന്ന ഒരു വേദിക്കല്ല് കണ്ടു. സ്തോത്രം. എന്നാൽ നിങ്ങൾ അറിയാത്തതിനെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ലോകവും അതിൽ ഉള്ളതൊക്കെയും ഉണ്ടാക്കിയവനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ അവൻ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലതും കൊടുക്കുന്നവൻ ആകയാൽ വല്ലതിനും മുറ്റുള്ളവൻ എന്ന പോലെ മനുഷ്യ കരങ്ങളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. എത്ര മനോഹരമായ വാക്യമെന്ന് അറിയാമോ? സ്തോത്രം. അരയോപക കുന്നിലെ പ്രസംഗമാണ്. അഥേന പുരുഷന്മാരെ, നിങ്ങൾ സകലത്തിലും അതിഭക്തന്മാരെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ മൊത്തം ഞാൻ ചുറ്റി നടന്നു. അപ്പോൾ ഞാൻ ഒരു വേദിക്കല്ല് കണ്ടു. ആ വേദിക്കല്ലിൽ ഒരു എഴുത്ത് കിടക്കുന്നു. ഇറ്റ്സ് ആൻ അൺനോൺ ഗോഡ്. ആ പുസ്തകം അജ്ഞാത ദേവന്. അപ്പോൾ തന്നെ പ്രസംഗത്തിന്റെ കുറിവാക്യം പൗലൂസിന് കിട്ടി. നിങ്ങൾ അറിയില്ലാത്തതിനെ നമസ്കരിക്കുമ്പോൾ ഞാൻ ഒരുവനെ കുറിച്ച് അറിയുന്നു. ആ അറിവാണ് ആ മനുഷ്യൻ ആ പ്രദേശത്ത് വിളിച്ചു പറഞ്ഞത്, യേശു ക്രിസ്തു എന്ന അറിവ്. ആ കർത്താവ് അവിടെ വിളിച്ചു പറഞ്ഞപ്പോൾ അരയോപക കുന്നിന്റെ മുകളിൽ അതൊരു ക്രൂസൈഡ് പോലെ മാറ്റി. അതുകൊണ്ട് ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയവനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ അവൻ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലതും കൊടുക്കുന്നവനാകയാൽ മനുഷ്യ കരങ്ങളാൽ അവൻ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. നീ കൊടുക്കുന്നതായ സ്തോത്രം നിവേദ്യങ്ങൾ, നീ കൊടുക്കുന്നതായ കുന്തിരിക്കം, നീ കൊടുക്കുന്നതായ ചന്ദനം, നീ കൊടുക്കുന്നതായ പാലോ എന്തോ ആയിക്കോട്ടെ, ഇതൊന്നും ദൈവത്തിന്റെ അടുക്കൽ എത്തുന്നില്ല. ലോകത്തിലെ ഒരു സംഗതിയും കൊടുത്ത് ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ല. എന്നെ ദൈവം പഠിപ്പിച്ച ഒരു സംഗതിയാണ്. ഈ ലോകത്തിലെ ഓരോ വസ്തുവും കൊടുത്ത് എന്റെ ദൈവത്തെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയത്തില്ല. അപ്പോൾ ഞാൻ ആ ബ്രാഹ്മണ സഹോദരനോട് ചോദിച്ചു, പിന്നെ എന്നാ കൊടുക്കണം? ദൈവത്തിന് നിന്നെയാണ് ആവശ്യം. ദൈവത്തിന് നിന്നെയാണ്. നീ കൊടുക്കുന്ന വസ്തുവല്ല, നീ കൊടുക്കുന്ന സ്തോത്രം മറ്റൊന്നുമല്ല. ദൈവത്തിന് നിന്നെയാണ് ആവശ്യം. ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് നോക്കി പറയട്ടെ, ആ മരുഭൂമിക്കകത്ത് സ്തോത്രം കൃപ കണ്ടെത്തിയെങ്കിൽ എന്റെ ജീവിതത്തിനകത്ത് ഞാൻ കണ്ടെത്തിയതാണ് ദൈവത്തിന്റെ കൃപ. അതെന്റെ മരുഭൂമിക്കകത്ത് വെളിപ്പെട്ടു വന്നു. സ്തോത്രം. അവസാനമായി സ്തോത്രം ആ സഹോദരൻ എനിക്ക് പറഞ്ഞു തന്ന അടുത്ത ഭാഗമാണ് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം. അതിന്റെ 22-ാം വാക്യം. റോമർ 1:22. സ്തോത്രം. അജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മൂഢരായി പോയി. അക്ഷനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളുടെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളിൽ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. കണ്ടോ, സൃഷ്ടിയേച്ചവൻ ഒരു വശത്ത് നിൽക്കുമ്പോൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിക്കുന്ന ഒരു കൂട്ടർ ഇന്നും ഭൂമിയിലുണ്ട്. എന്നെ കേൾക്കുന്ന അങ്ങനെയുള്ള ആരെങ്കിലും ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ, അപ്പോസ്തലപ്രവൃത്തി 4:12 ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, രക്ഷിക്കപ്പെടുവാൻ, രക്ഷ നൽകുവാൻ ഒരേ ഒരു രക്ഷകൻ മാത്രമേ ഉള്ളൂ. ആ രക്ഷകന്റെ പേരാണ് യേശു കർത്താവ്. ആ രക്ഷകൻ വന്നത് കുറെ ക്രിസ്ത്യാനികളെ കൂട്ടുവാനല്ല, അവന് വേണ്ടി നിൽക്കുന്ന ഒരു പറ്റം വിശുദ്ധന്മാരെ ചേർക്കേണ്ടതിനായി അവൻ വീണ്ടും രണ്ടാമത് കടന്നു വരാം. മറ്റെല്ലാ പുസ്തകങ്ങളും സ്തോത്രം, ഏതൊരു വ്യക്തിയുടെയും പുസ്തകം അവന്റെ കവർ അവന്റെ മരണത്തോടുകൂടി അത് അവസാനിക്കും. പക്ഷെ ഒരേ ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ അവന്റെ കല്ലറയ്ക്ക് ശേഷവും എഴുതപ്പെടുന്നത്, ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കപ്പെടുന്നത്. ഇന്നും യേശുവിനെ മാറ്റി നിർത്തി ഒരു ഒറ്റ കാര്യം പോലും പ്രസംഗിക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഇന്ന് രാത്രിയും കേൾക്കണം, ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിമറിക്കുവാൻ സാധിക്കും. ദൈവം ഒരുവനെ തൊട്ട് കഴിഞ്ഞാൽ അവൻ ഒരു ചരിത്രമായി മാറും. നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചു വളർത്തവനാണെങ്കിലും, ആര് നിന്നെ താഴ്ത്തിയവനാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ അനേക മരുഭൂമികൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അനേക വരൾച്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർ നോക്കുമ്പോൾ ചിരിക്കുന്ന ഒരു മുഖം നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ പോകുന്ന ആ പെയിൻ, നിങ്ങൾ പോകുന്ന ഗതശമന, നിങ്ങൾ പോകുന്ന കിരീത്, നിങ്ങൾ പോകുന്ന പത്മോസ്, നിങ്ങൾ ആയിരിക്കുന്നതായ ആ യോർധാനുകൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഗോലിയാത്തിന്റെ വെല്ലുവിളികൾ, ഇതൊക്കെ ദൈവം അനുവദിച്ചത് നാളത്തെ ഒരു ദൈവികമായ ഒരു സിംഹാസനം ദൈവം നിനക്ക് ഒരുക്കിയിട്ടിട്ടുണ്ട്. ആ ദൈവിക നിയോഗത്തിലേക്ക് നീ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം അതിലേക്ക് നിന്നെ നടത്തും നിശ്ചയമായും. ഇന്ന് ഈ പകൽ കേൾക്കുന്ന ദൈവദാസന്മാരെ, എന്നെ കേൾക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്നവരെ മനസ്സിലാക്കണം, മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. അനേക വിഷയങ്ങളുണ്ട്, എന്നാൽ 2 മിനിറ്റ് കൊണ്ട് നിർത്തട്ടെ. ഇതേ മരുഭൂമിക്കകത്ത് സ്തോത്രം, ദൈവം നിന്നെ വെളിപ്പാടുകൾ കൊണ്ട് നിറയ്ക്കും. ഇതേ മരുഭൂമിക്കകത്ത് ദൈവം നിന്നെ അതിശക്തമായ ദൈവിക നിയോഗങ്ങൾ കൊണ്ട് നിറയ്ക്കും.
ദൈവിക ശുശ്രൂഷകൾ വെളിപ്പെട്ടു വരുന്നതാണ് മരുഭൂമി. നിങ്ങൾക്കറിയാമോ, കൃപ മാത്രമല്ല, ആ കൃപയ്ക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. ആ കൃപയിൽ മറഞ്ഞിരിക്കുന്നവന് സകലതുമുണ്ട്. ഒറ്റ വാക്ക് പറഞ്ഞാൽ നിർത്താം. എന്താണ് ദൈവത്തിന്റെ കൃപ? അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം കൊണ്ട് നിറയ്ക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ. ഞാൻ ഇത് അർഹതപ്പെട്ടവനായിരുന്നില്ല ഈ പുസ്തകം എടുക്കുവാൻ, പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ഈ പുസ്തകം എന്റെ കരത്തിൽ വന്നപ്പോൾ എന്റെ ജീവിതം മാറ്റിമറിച്ചു. സ്തോത്രം. ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ, കേരളത്തിന്റെ 14 ജില്ലകളിൽ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. ഒരൊറ്റ ബൈബിൾ കോളേജിന്റെ സർട്ടിഫിക്കറ്റ് എനിക്കില്ല, ഒരു ദൈവദാസന്മാരുടെ സപ്പോർട്ട് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഒന്നറിയാം, ക്രിസ്ത്യാനികളെക്കാളും എനിക്ക് ക്രിസ്തുവിനെ ഭയങ്കര ഇഷ്ടമാണ്. ആ കർത്താവ് എന്നെ ഒരിക്കലും വഴിയിൽ കളഞ്ഞു പോകത്തില്ല. അവൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പോകുന്നവനല്ല, അവൻ നഷ്ടപ്പെട്ടതിനെ തേടി വരുന്നവനാണ്. അവൻ തേടി വന്നു കഴിഞ്ഞാൽ അവൻ നമ്മളെ തോളിലേറ്റ്. സ്തോത്രം. ഇപ്പോൾ എനിക്ക് എന്റെ കർത്താവിന്റെ കാതുകൾക്കടുത്താണ് എന്റെ സ്തോത്രം വായിരിക്കുന്നത്. എന്റെ ഹൃദയത്തുടുപ്പ് അവന് നന്നായി കേൾക്കാൻ കഴിയും. കാരണം അവൻ എന്നെ തോളിൽ ചുമന്നുകൊണ്ട് എടുത്ത സ്ഥാനത്ത് തന്നെ തിരിച്ചു കൊണ്ടുവരുന്നവനാണ് എന്റെ കർത്താവ്. വഴിയിൽ പോകട്ടെ, അല്ലെങ്കിൽ ദുഷ്ടൻ കൊണ്ടുപോകട്ടെ, കാട്ടുമൃഗങ്ങൾ കൊണ്ടുപോകട്ടെ എന്നല്ല ദൈവം പറയുന്നത്. അവൻ നമ്മെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കും. മരുഭൂമിയിൽ എന്താ ഉള്ളത്? മരുഭൂമിയിൽ പ്രൊവിഷൻസുകൾ ഉണ്ട്. ഇന്ന് പകൽ ഒറ്റ വാക്ക് ഞാൻ പറയാം, മരുഭൂമിക്കകത്ത് നിങ്ങൾക്ക് തരുവാൻ തക്കവണ്ണമുള്ള ദൈവത്തിന് അനേക ഗിഫ്റ്റുകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതേ മരുഭൂമിയിലാണ് അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിപ്പാനായി ആ മലയിലേക്ക് കടന്നു പോകുന്നത്. അന്ന് ആ മല മുഴുവനും കാട്ടുപ്രദേശങ്ങളാണ്, കാട്ടുമൃഗങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. പക്ഷെ മരുഭൂമിയിൽ അങ്ങോട്ട് കയറുമ്പോൾ മകൻ അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പാ, വിറകൊണ്ട് വിറകൊണ്ട് തീയുണ്ട്, പക്ഷെ യാഗത്തിനുള്ള മൃഗം എന്തിയെ? യാഗമൃഗം എന്തിയെ എന്ന് ആ മകൻ ചോദിക്കണമെങ്കിൽ വേദ പണ്ഡിതർ പറയുന്നു, ആ വിറകെടുത്ത് അവന്റെ തലയിൽ വെക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 18 മുതൽ 25 വയസ്സിനിടയിൽ ആ മനുഷ്യൻ, ആ ഇസഹാക്കിന് പ്രായം ഉണ്ടായിരിക്കണം. ഇത്രയും വിറക് ചുമന്നുകൊണ്ട് പോകുമ്പോഴും ആ അപ്പനോട് ചോദിക്കുന്ന ചോദ്യം, അപ്പാ, നിന്റെ പ്രാർത്ഥന എനിക്ക് നന്നായി അറിയാം, നിന്റെ ഉപവാസം എനിക്ക് നന്നായി അറിയാം, നിന്റെ ആത്മീയ ജീവിതം എനിക്ക് നന്നായി അറിയാം. യാഗമൃഗമില്ലാതെ ഒരിക്കലും യാഗം പൂർണ്ണമാകത്തില്ല. കണ്ടോ, അടുത്ത തലമുറ കണ്ടുപിടിച്ചു ഒരപ്പന്റെ പ്രാർത്ഥന എന്താണെന്ന്. ഒരപ്പൻ എങ്ങനെയാ യാഗം കഴിക്കാൻ പോകുന്നതെന്ന് അടുത്ത തലമുറ കണ്ടുപിടിച്ചു. ആ പോകുന്ന യാത്രയിൽ യാഗമൃഗം എന്തിയെ? അബ്രഹാം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? യഹോവ ഈരെ, അവൻ കരുതിക്കൊള്ളും. മരുഭൂമിയിൽ അവൻ കരുതുവാൻ ശക്തനാണ് സഹോദരങ്ങളെ. അവൻ കരുതുന്നവനാണ്. പ്രൊവിഷൻസ് അവിടെ ഉണ്ടാകും. നഗ്ന നേത്രം കൊണ്ട് നോക്കിയാൽ ഒന്നും കാണുകയല്ല, പക്ഷെ അത് തക്ക സമയത്ത് വെളിപ്പെട്ടു വരും. ആ യാഗപീഠം ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇസഹാക്കിന് മനസ്സിലായത്, ഞാനാണ് യാഗമാക്കുവാൻ പോകേണ്ടത്, ഞാനാണ് ആ യാഗമാകാൻ പോകേണ്ടത്. കത്തിക്കും കഴുത്തിനും ഒരു നൂൽ ഗ്യാപ്പ്, എന്റെ പ്രസംഗ ഭാഷയാണ്, കത്തിക്കും കഴുത്തിനും ഒരു നൂൽ ഗ്യാപ്പ് ഉള്ളപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം അബ്രഹാം കേട്ടു. ഹല്ലേലൂയ. അതുവരെ ചിലപ്പോൾ ദൈവം മിണ്ടാതിരിക്കും. പക്ഷെ കത്തിക്കും കഴുത്തിനും ഒരു നൂൽ ഗ്യാപ്പ് ഉള്ളപ്പോൾ ദൈവത്തിന്റെ ശബ്ദം അബ്രഹാം കേട്ടു. അബ്രഹാമേ, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. സ്തോത്രം. തിരിഞ്ഞു നോക്കിയപ്പോൾ യാഗമൃഗം എന്തിയെ? കാട്ടുകൊമ്പ് വള്ളിയിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു ആട്ടുകൊറ്റനെ അബ്രഹാം കണ്ടു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം നിന്നെ ആരാധിക്കാനായി പുറപ്പെടുവിച്ചെങ്കിൽ നിന്റെ മരുഭൂമിക്കകത്ത് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും വേണ്ട പ്രൊവിഷൻസ് ആടെ കണ്ണിലും പെടാതെ ദൈവം ചിലത് കുരുക്കിയിട്ടിട്ടുണ്ട്. അത് കറക്റ്റ് സമയത്ത് അത് വെളിപ്പെട്ട് പുറത്തു വരും. അത് വരുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. നീ ഒന്നിനെക്കുറിച്ചും വ്യാകുലപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്. ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും വേണ്ടത് ദൈവം ഒരുക്കേണ്ട സ്ഥലത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് പകൽ സ്തോത്രം, ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പൊതിഞ്ഞിരിക്കട്ടെ. മരുഭൂമിക്കകത്ത് ദൈവം നമ്മളെ പണിത് പുറത്തു കൊണ്ടുവരുന്ന സ്തോത്രം. ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. വാളിനെ തെറ്റിയൊഴിഞ്ഞ ജനം, സ്തോത്രം, ഇതാ മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. ദൈവം നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നതായ നന്മകൾ നമുക്ക് ഓരോന്നും അവകാശമായി വാഗ്ദത്തമായി പ്രാപിക്കണമെങ്കിൽ നാം ബോൾഡായി വരേണ്ടതിനായി ചിലപ്പോഴെല്ലാം മരുഭൂമി അനുവദിച്ചേക്കാം. പക്ഷെ അതൊരിക്കലും നമ്മളെ തകർക്കുവാനല്ല, നമ്മളെ പണിത് പുറത്തു കൊണ്ടുവരുവാനാണ്. ദൈവത്തിന്റെ ആശിഷമാരിയിൽ നാം നിറഞ്ഞു നിന്നാൽ
നിശ്ചയമായും ദൈവം അടുത്ത വാതിലുകൾ തമ്പുരാൻ തുറന്നു തരും. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. ഒരു നിമിഷം ദൈവസന്നിധി പ്രാർത്ഥിക്കാമോ? സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ കേട്ട ദൈവശബ്ദത്തിനായി സ്തോത്രം. അനേക കാര്യങ്ങളുണ്ട് എങ്കിലും ഈ ജനത്തിന് കൊടുക്കേണ്ടതായ മന്ന അങ്ങ് കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം. ദൈവം അവരോട് സംസാരിച്ചതിനായി നന്ദി. അത്ഭുതകരമായി ദൈവം അവരെ നടത്തണമേ. അതിശയകരമായി ദൈവം അവരെ നടത്തണമേ. ഒരിക്കലും ഇനി ദൈവത്തിനെതിരായല്ല, പകരം ഇതേ മരുഭൂമിക്കകത്ത് ഞങ്ങൾക്ക് വേണ്ടി ദൈവം ചില മെസ്സേജുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കയാൽ സ്തോത്രം. യേശു കർത്താവ് കേട്ടതൊരു ദുഃഖവാർത്തയാണ്. സ്തോത്രം, യോഹനാൻ മരണപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ ആ ദുഃഖവാർത്തയ്ക്കകത്ത് നിന്നും യോഹനാനെ കൊന്നവനെ പോയി വെല്ലുവിളിച്ച് പ്രസംഗിക്കേണ്ടതിനായി അവൻ ബലപ്പെട്ടു വന്നാൻ അവൻ തെരഞ്ഞെടുത്ത സ്ഥലമാണ് മരുഭൂമി. അവിടെ പോയിട്ട് അവൻ തിരിച്ചു വന്നപ്പോൾ ഹെരോദാവിനെ നോക്കിയിട്ട് പറഞ്ഞു, ആ കുറുക്കനോട് പോയി പറ, ഞാൻ ഇന്നും പ്രസംഗിക്കും, നാളെയും രോഗികളെ സൗഖ്യമാക്കും, സമാപ്തിയിലെത്തേണ്ട ദൈവപ്രവൃത്തികൾ മുഴുവൻ എന്നിലൂടെ ഞാൻ ചെയ്തെടുക്കും. നോക്കണം, ആ അധികാരം അവൻ പ്രാപിക്കുന്നത് ചിലപ്പോൾ മരുഭൂമിക്കകത്തോടെ ആയിരിക്കാം. സ്തോത്രം, ഇന്ന് ഈ പകലും കർത്താവേ, ചിലതിനോട് എതിർത്ത് നിൽക്കുവാൻ, ചില അഭിഷേകങ്ങൾ പ്രാപിക്കുവാൻ, സ്തോത്രം, ഇസബേലിന്റെ ശക്തികൾക്കെതിരായി ജയം പ്രാപിക്കുവാൻ ദൈവം ചിലപ്പോൾ എല്ലാം ഏലിയാവിനെ പോലുള്ളവരെ മരുഭൂമിയിലൂടെ കടത്തും. മോശയെ പോലെ ഫറവോന് ശക്തമായി, ഫറവോന് ഒരു എതിരാളി ഉണ്ട്, അത് മോശയാണെന്ന് തെളിയിക്കുവാൻ 40 വർഷം മോശ മരുഭൂമിയിലൂടെ ട്രെയിനിങ് പ്രോസസ്സിലൂടെ നടന്നുപോയി. 13 വർഷമാണ് യോസെഫ് കാരാഗ്രഹത്തിൽ കിടന്നത്. 13 വർഷമാണ് പൗലോസ് മരുഭൂമിയിൽ അറേബ്യൻ ദേശങ്ങളിൽ കിടന്നത്. സ്തോത്രം, ഇതെല്ലാം കടന്നുപോയത് സ്തോത്രം യേശു കർത്താവ് 30 വർഷം വരെ കാത്തിരുന്നു തന്റെ പിതാവിന്റെ ഹിതം നിറവേറുവാൻ. ഒരൊന്നുപോലും നഷ്ടമാകില്ല. ഇന്ന് ഈ പകലും കർത്താവെ, ചില പത്മോസിന്റെ ഏകാന്തതകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ മനസ്സിലാകണം, മറുഭാഗത്തൊരു വെളിപ്പാട് നിങ്ങളെ കൊണ്ട് നിറയ്ക്കുവാനാണ്. ഞങ്ങളെ നിർത്തിയതിനായി സ്തോത്രം കർത്താവെ. ഞങ്ങളുടെ ശബ്ദം കേട്ടതിനായി, അങ്ങയുടെ ശബ്ദം കേട്ടതിനായി സ്തോത്രം. കൃപ കൊണ്ട് നിറയ്ക്കും, ശക്തീകരിക്കും. മുഴുമഹത്വം അങ്ങെടുക്കണം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.